ഹലോ ഗൈസ്, ഇന്ന് പാർട്ട് 2 എടുത്ത് വന്നത് ഇതൊന്ന് കട്ട് ചെയ്തതേ ഉള്ളൂ. ഞാൻ ചീസ് പൗഡർ ഗൈസ്, ഞാൻ സോസ് വയ്ക്കട്ടെ. സോസ് ഗൈസ് നല്ല എരിവായിരിക്കും. ഞാൻ ഇത് ഫുൾ ഒഴിക്കും. നല്ല എരിവോടെ അറിയണം. ഞാൻ എന്തെരിവ് കഴിച്ചിരിക്കും, എരിവുണ്ടോയെന്ന് അറിയണ്ടേ. അപ്പോൾ ക്ഷേത്രം ഇത് ഫുള്ളായി ഒഴിക്കുന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് എരിവ് അറിഞ്ഞ് കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഫുൾ ഒഴിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇത് ഹാർട്ട് ഷേപ്പാണ്. അവിടെ തുറന്നു ഇത് പൊടിഞ്ഞ് വന്നപ്പോൾ ഒരു ഹാർട്ട് ഷേപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബായോ. നമ്മൾ ആദ്യം മുതൽ പാൻ നമ്മൾ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല. അപ്പം നമുക്കിതൊന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി പാനിൽ വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ആവും എന്നുള്ളത്. അപ്പം നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുന്നതിന് മുമ്പേ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വേഗം പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം വെള്ളം ഒഴിച്ചു. അപ്പം ഈ വെള്ളം ഒന്ന് തിളക്കിയ പറഞ്ഞൊരു മീഡിയം ചൂടാവുമ്പം നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നൂഡിൽസ് ഒന്ന് മീഡിയം തിളയായി വന്നപ്പോൾ തന്നെ നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പൊടിയൊക്കെ അതിലുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ നൂഡിൽസ് ഒന്ന് ഇങ്ങനെ ഇതായിട്ട് വരണം. ഈ നൂഡിൽസ് ഒന്ന് സോക്കായിട്ട് നല്ല അടിപൊളി സോക്കായിട്ട് വരണം. അപ്പം നമുക്ക് അതൊന്ന് സോക്കായിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അതിന് മുമ്പേ നല്ല സോക്കാവണം എന്നുള്ളത് ഞാൻ പറയാമായിരുന്നു. നല്ല എരിവുണ്ട്. അപ്പം ഇത് സോക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫോർക്കൊക്കെ വെച്ചിട്ടൊന്ന് നോക്കി കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം ഇത് കണ്ടോ, നമ്മൾ പൊടിക്കാതെ ഇട്ടത് കൊണ്ട് തന്നെ നമുക്കൊരു നൂല് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഫുൾ സോസ് ഒഴിക്കണമെന്നാണ് എൻ്റെ ഒരു പേടി. ഇതുണ്ടാക്കുമ്പോൾ എനിക്കും അത് തന്നെയാണ് തിങ്കിങ് വന്നത് തന്നെ. ഫുൾ സോസ് ഒഴിക്കണോ എന്നാണ്. നമുക്ക് എന്തായാലും നോക്കാം. സോ ഇതൊന്ന് തിളച്ച് അതുപോലെ വരട്ടെ. ഓക്കെ, അപ്പം ഇതൊന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഇച്ചിരി ഒരു 8 സ്പൂൺസ് ഓഫ് വാട്ടർ മാത്രമേ അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി വാട്ടറൊക്കെ നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഡ്രെയിൻ ചെയ്തു, പിന്നെ അതിൽ വന്നതാണ്. അപ്പം നമ്മളിനി അതിൻ്റെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനകത്ത് എന്തോ സെസമി സീഡ്സ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പം പൗഡർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ പൗഡർ ഒന്ന് ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് സോസ് ഒഴിക്കാം. രണ്ടും കൂടെ ഒരുമിച്ചാണ് ഒഴിക്കേണ്ടത്. ബട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടേ സോസ് ഒഴിക്കാമെന്ന് വിചാരിച്ചത്. സോ ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കാണാം. ഇതാണ് നമ്മുടെ നൂഡിൽസിൻ്റെ പരിവ്. അപ്പം സോ ഈ പൗഡറിൻ്റെ പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കിത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ് സോസ് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഗായ്സ്. പിന്നെ ഞങ്ങൾ കുറേ ലിച്ചീൻ്റെ ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് പ്ലേറ്റിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ക്ഷേത്രയുടെ എക്സ്പ്രഷൻ നോക്കട്ടോ. ക്ഷേത്രം ഊതിയൊക്കെ കഴിക്കുന്നത് ഗായ്സ്. നല്ല ചൂട് കഴിച്ചു നോക്കാതെ അടിപൊളിയാണ്. ഞാനിത് ഫുൾ തീർക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. അയ്യോ ഗായ്സ്, ഞാൻ ഒന്നുകൂടെ കഴിക്കാം. അതുപോലെ ആയിരുന്നു പക്ഷേ. ബൈ.